എല്ലാവർക്കും നമസ്കാരം. ഗുരുവായൂർ വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം. നമസ്കാരം. ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ 10 വർഷത്തിലധികമായിട്ട് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവകാരുണ്യ പദ്ധതികളിലൊന്നായ വിശക്കുന്നൊരു പയറിനൊരു പൊതിച്ചോറ് എന്ന അന്നദാന പദ്ധതി ഇവിടെ തുടങ്ങിയാണ്. നമ്മളെല്ലാ വ്യാഴാഴ്ചകളിലും ഉള്ളത് വിഭാവനം ചെയ്തെങ്കിലും ആഴ്ചയിൽ മറ്റു ദിവസങ്ങളിലും സ്പോൺസർമാരുടെ സൗകര്യാർത്ഥം ഈ അന്നദാനം ഇവിടെ നടത്തി വരുന്നുണ്ട്. നമ്മളോട് സഹകരിക്കുന്ന എല്ലാവരോടുള്ള നന്ദിയും കടപ്പാടും ഈ യുദ്ധത്തിൽ ഏർപ്പെടുത്തിയാണ്. ഇന്ന് നമുക്ക് വേണ്ടിയിട്ട് ഈ പരിപാടി സ്പോൺസർ ചെയ്തത് കേരള ഗവൺമെൻറ് റിട്ടയേർഡ് പെൻഷൻ പറ്റിയിട്ടുള്ള സീനിയർ ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം തൻ്റെ ശിഷ്ടകാലം മുഴുവൻ പെൻഷൻ പറ്റിയതിന് ശേഷം ഗുരുവായൂർ താമസിച്ച് ഇവിടെയുള്ള സാമൂഹിക സേവന രംഗത്ത് സജീവ സാന്നിധ്യമായി നിലനിൽക്കുന്ന വ്യക്തിയാണ്. നമുക്ക് തന്നെ എല്ലാ പ്രധാനപ്പെട്ട ദിവസങ്ങളിലും ജലദിനമായാലും ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനമായാലും അങ്ങനെയുള്ള വിശേഷ ദിവസങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ വക അന്നദാനം ഇവിടെ സ്പോൺസർഷിപ്പ് ഉണ്ട്. എന്തായാലും അദ്ദേഹത്തിനോട് ഈ നല്ല കൂട്ടായ്മയുടെ നന്ദി രേഖപ്പെടുത്തുവാനും ഞങ്ങൾ ഉപയോഗിക്കുന്നു. എന്തായാലും എൻ്റെ കർത്തവ്യം ഞങ്ങൾ സ്വാഗതം ചെയ്യാമെന്നുള്ളതാണ്. ഇന്നത്തെ പരിപാടിയുടെ അധ്യക്ഷൻ മുരളി അകമ്പടി ഗുരുവായൂർ കൃഷ്ണാടങ്ങളി ആശാനാണ്. ഈ അന്നദാനത്തിനോടൊപ്പം വസ്ത്രദാനം എന്നതിൻ്റെ കൺവീനർ കൂടിയാണ്. അദ്ദേഹത്തെ വേദിയിലേക്ക് അതോടുകൂടി സ്വാഗതം ചെയ്യുന്നത്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ഞാൻ നേരത്തെ അജിത്താണ്. അദ്ദേഹം സംഗീതനായിട്ടുണ്ട്. അദ്ദേഹത്തെ ഗുരുവായൂർ നമ്മുടെ യൂട്യൂബിൻ്റെയും ഇങ്ങനെ അഡ്മിഷൻസായിട്ട് മാമൻ നമ്മളോടൊപ്പം മാമൻ്റെ സാഹചര്യങ്ങളും കൂടാതെ ഈ അന്നദാനം സ്വീകരിക്കാൻ എത്തിച്ചേർന്ന് നിങ്ങളെ ഓരോരുത്തരെയും പ്രത്യേകം സ്വാഗതം ചെയ്തുകൊണ്ട് എന്തായാലും എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ നമ്മുടെ ബഹുമാനായ മുരളിയേട്ടൻ പറഞ്ഞ മാതിരി നമുക്ക് 2 കൂട്ടരാണ് ഭക്ഷണം സ്പോൺസർ ചെയ്തിരിക്കുന്നത്. നമുക്കിന്ന് ചേംബർ കൊമേഴ്സിൻ്റെ പ്രസിഡൻറ്റും ഗുരുവായൂരിലെ എല്ലാ സാംസ്കാരിക കാര്യങ്ങളിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലേക്കൊക്കെ നല്ലത് മാത്രം ചെയ്യുന്ന ശ്രീ മുഹമ്മദ് യാസീനാണ്. അദ്ദേഹത്തിൻ്റെ കെയർ ഓഫിൽ ഇന്ന് നമുക്ക് കുറച്ച് ഭക്ഷണം 100 പൊതി ഇന്ന് ഭക്ഷണം സ്പോൺസർ ചെയ്യുന്നുണ്ട്. എന്തായാലും ആ കുടുംബത്തിന് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ. അതുമാതിരി അജിത് സാറിന് ഒരു മുടക്കില്ലാണ്ട് കറക്റ്റ് ടൈമിന് ഇവിടെ എത്തി എല്ലാ കാര്യങ്ങളും അജിത് സാറിന് വളരെ സന്തോഷപൂർവ്വം നമ്മൾ അതിൻ്റെ നന്ദി അറിയിക്കുകയാണ്. അതായത് ഉദ്ഘാടനം ചെയ്യുവാനായി ശ്രീ അജിത് സാറിനെ ഏറ്റവും വിനയപൂർവ്വം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ സർക്കാർ ഉദ്യോഗസ്ഥരിൽ നിന്ന് പെൻഷൻ പറ്റിയത് 2024 അതിനുശേഷമാണ് ഗുരുവായൂർ ചേംബർ ഓഫ് കൊമേഴ്സുമായിട്ട് പരിചയപ്പെടാനിടയാകുന്നതും ഇതിലൊരു സൽക്കർമ്മത്തിനെ കുറിച്ച് അറിയാനിടയാകുന്നതും ഇതിൽ എന്നെ പങ്കാളിയാക്കാൻ സഹായിച്ച അല്ലെങ്കിൽ എന്നെ കൂട്ടത്തിൽ കൂട്ടിയ ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ എല്ലാവരോടും ആ ചേംബർ ഓഫ് കൊമേഴ്സിനോട് ഞാൻ എൻ്റെ പ്രത്യേക നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം എനിക്ക് പറയാനുള്ളൊരു കാര്യം, എന്നെ ഈ സൽക്കർമ്മത്തിൻ്റെ പ്രസക്തിയും സത്യവും പഠിപ്പിച്ചത് എൻ്റെ അമ്മയും അച്ഛനും ഒക്കെ തന്നെയാണ്. അവരെ സ്മരിച്ചുകൊണ്ട് ഞാൻ എല്ലാ കാർത്തിക ദിനവും ദേവിയുടെ നക്ഷത്രം എന്ന് പറയുന്നത് തൃക്കാർത്തിക ദിവസമാണ് എങ്കിലും പ്രതിവർഷം ഒരു ദിവസം നടത്തുന്നതിനേക്കാൾ പ്രതിമാസം കാർത്തിക നക്ഷത്രം നടത്താൻ തീരുമാനിക്കുകയും ചേംബർ ഓഫ് കൊമേഴ്സുമായിട്ട് സഹകരിച്ച് നടത്താൻ തീരുമാനിക്കുകയും ചെയ്തു. ഈ സൽക്കർമ്മത്തിൽ പങ്കുകൊണ്ട് എല്ലാവരും പങ്കെടുത്ത് എല്ലാവരുടെയും വയറും മനസ്സും നിറയുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മകൾ ആശംസിച്ചുകൊണ്ട് ഗുരുവായൂരിലെ വാർത്തകളും വിശേഷങ്ങളും അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.